നിങ്ങൾ വാഹനം പഠിക്കുന്നവർ നിർബന്ധമായിട്ട് ഒരു വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ വാഹനത്തിൽ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. വലിയ അപകടങ്ങൾ വരാതിരിക്കാനായിട്ട് ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അതായത് പല ആൾക്കാർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്, ഒരു വാഹനം നമ്മളൊരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലും അതുപോലെ തന്നെ ഒരു കയറ്റത്തും അതുപോലെ തന്നെ ഒരു ഇറക്കത്തും ഒക്കെ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെത്തേഡ് ഏതാണ്? നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എവിടെ പാർക്ക് ചെയ്താലും സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വാഹനം പാർക്ക് ചെയ്യുക. പ്രത്യേകിച്ച് കുത്തനെയുള്ള കയറ്റങ്ങളിലൊന്നും കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യരുത്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ പോലും നമുക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ചെറിയ കയറ്റങ്ങളിലൊക്കെ നമുക്ക് വണ്ടി സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന ഏരിയകളിൽ. അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നമുക്ക് വണ്ടി നിർത്തേണ്ട സാഹചര്യങ്ങൾ എന്തായാലും വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു വാഹനം പാർക്ക് ചെയ്യേണ്ടത്? നിങ്ങളുടെ വണ്ടി ഒരു കയറ്റത്താണ് കിടക്കുന്നതെങ്കിൽ, ചെറിയ കയറ്റത്താണ് ഇങ്ങനെ കിടക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വണ്ടി ബാക്ക് സൈഡിലേക്ക് ഉരുണ്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതയെ തടയിടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ നമ്മൾ വാഹനം മുന്നോട്ട് പോകുന്ന ഗിയറിന്റെ പിടുത്തത്തിലാണ് കിടക്കുന്നത്, കയറ്റത്ത് ഇങ്ങനെ കിടക്കുക. അപ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകില്ല. ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിടുക. ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിട്ടാൽ സേഫ് ആയിട്ട് കയറ്റത്ത് പാർക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നതിലും തെറ്റില്ല, ഒരു കല്ലും കൂടെ എടുത്ത് വണ്ടിയുടെ ബാക്കിലെ ടയറിന്റെ പുറകിലേക്ക് ഒന്നെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനം കുറെ കൂടെ സേഫാണ്. ഹാൻഡ് ബ്രേക്കിന്റെ പിടുത്തം ഓൾറെഡി ഉണ്ട്, പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പോലും നമുക്കൊരു സേഫ്റ്റിയും കൂടെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് അതും കൂടെ ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ കയറ്റത്ത് പാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയർ, ഹാൻഡ് ബ്രേക്ക്. ഇനി നമ്മുടെ വണ്ടി ഒരു ഇറക്കത്താണ് പാർക്ക് ചെയ്യുന്നത്, അതായത് നമ്മുടെ വണ്ടി ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ, അതായത് മുന്നോട്ട് ഇങ്ങനെ ഉരുണ്ടു പോകുന്ന രീതിയിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഗിയർ എന്ന് പറയുന്നത് റിവേഴ്സ് ഗിയർ ആയിരിക്കണം. റിവേഴ്സ് ഗിയർ കൊടുക്കുക. ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ഹാൻഡ് ബ്രേക്കും വലിച്ചിടുക. അപ്പോൾ മുന്നോട്ടുള്ള ആ ഉരുണ്ടു പോകുന്ന സാധ്യതയെ നമ്മൾ തടയുന്നു. ഒപ്പം തന്നെ റിവേഴ്സ് ഗിയർ കൊടുക്കുമ്പോൾ ആ സാധ്യതയെ തടയുകയും അതിനോടൊപ്പം തന്നെ ഹാൻഡ് ബ്രേക്കും കൂടി ഇടുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി മുന്നോട്ട് ഉരുണ്ടു പോകാതെ പുറകോട്ടുള്ള ഒരു പിടുത്തത്തിൽ നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് കഴിയും. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ അപ്പോൾ എങ്ങനെയാണ് ഒരു വാഹനം നിർത്തേണ്ടത്? ന്യൂട്രൽ ഇട്ട് നിർത്തിയാൽ മതി. ഒരുപാട് പേര് ചെയ്യുന്ന ഒരു രീതിയാണ്, വണ്ടി കൊണ്ടുപോയി നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിൽ വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കും, ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വണ്ടി ഓഫാക്കുന്ന രീതി പലരും ചെയ്യാറുണ്ട്. ഒരിക്കലും ചെയ്യരുത്. നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിലും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിരപ്പ് പ്രതലത്തിൽ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ ഉരുണ്ടു പോകാൻ സാധ്യതയുള്ളതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഗിയറിലേക്ക് ഇടുക എന്നുള്ളതാണ്. ഇപ്പം നിരപ്പായിട്ടുള്ള പ്രതലമാണെങ്കിൽ പോലും വണ്ടി ചിലപ്പോൾ മുന്നിലേക്ക് ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ റിവേഴ്സ് ഗിയറും ഹാൻഡ് ബ്രേക്കും. ഇനി പുറകിലേക്കാണ് ചെറിയൊരു റണ്ണിങ് വരുന്നതെങ്കിൽ ഫസ്റ്റ് ഗിയറും ഹാൻഡ് ബ്രേക്കും. അപ്പോൾ ആ ഒരു സാധ്യത ഏതാണോ അത് മനസ്സിലാക്കിയിട്ട് ഫസ്റ്റോ റിവേഴ്സോ നിങ്ങൾക്ക് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പം വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക.